പിന്നെ AI റോബോട്ടിക്സ് എന്നുള്ള കാര്യങ്ങൾ ഇതിപ്പോ പലതും ഇപ്പോഴാണ് റിയലൈസ് ചെയ്ത് വരുന്നതെങ്കിലും ഇത് പണ്ട് തൊട്ടേ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ സയൻസ് ഫിക്ഷൻ ഓതേഴ്സിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നു, അവരെ കൂടെ വർക്ക് ചെയ്യുന്നു. എവറി ഡേ വി ആർ ചലഞ്ചിങ് അവർസെൽസ്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം. വാട്ട് ഈസ് ന്യൂ? ഇപ്പൊ ഞാനൊരു 4 വർഷം മുമ്പുള്ള ചെയ്ത വർക്കല്ലായിരുന്നു ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം ചെയ്ത വർക്കല്ലായിരുന്നു ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ ന്യൂ, എവറിഥിങ് ഈസ് ന്യൂ ഫോർ മീ. നമ്മളെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം. ആൻഡ് ഓൾവേസ് ബി ലേണിംഗ്. ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ജോലികളോ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് നല്ല സാലറി കിട്ടും. അതായത് ഒരു ന്യൂറോ സർജന് ഭയങ്കര സാലറി, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈലറ്റിന് നല്ല സാലറിയാണ്, ലോയേഴ്സിന് ഭയങ്കര സാലറിയാണ്. എസ്പെഷ്യലി US ലോയേഴ്സ് ആർ വെരി ഹൈലി പെയ്ഡ്. ഒരു മണിക്കൂറിന് $1,000 സാലറി ലോയേഴ്സ് ഉണ്ട്. ഒരു കമ്പനിയുടെ CEO എന്ന് പറഞ്ഞാൽ ഭയങ്കര സാലറിയാണ്, millions of dollars ഇയർലി സാലറി ഉണ്ടാവും. സോ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സക്സസ് സ്റ്റോറീസിന്റെ 7th എപ്പിസോഡിലാണ് നമ്മളുള്ളത്. എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വെൽക്കം ഓൾ. കഴിഞ്ഞ 7 എപ്പിസോഡ്സ് നമ്മൾ കഴിഞ്ഞ വെക്കേഷൻ സീസണിൽ തുടങ്ങിയതായിരുന്നു സക്സസ് സ്റ്റോറീസ് എന്നുള്ള പേരിൽ ഒരു ടോക്ക് സീരീസ്. നമ്മൾ ഇന്ന് സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ പേരും സ്കൂൾ സ്റ്റുഡൻസ് ആണ്. അതിൽ തന്നെ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതൽ പേരുണ്ടാവുക. നമ്മളെ ടോക്ക് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു പോൾ ഇടാം. ഏതൊക്കെ ക്ലാസ്സുകാരാണ് ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്ന്. കുറെ പേര് ഇപ്പോഴും ജോയിനിങ്ങിലാണ്. എനിവേ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുറെ ടോക്കുകൾ നടത്തിയിരുന്നു. ഇത് 7th ടോക്കാണ്. കഴിഞ്ഞ ഏപ്രിൽ 15th ഫവാസ് സാറിന്റെ ഒരു സെഷൻ, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നമ്മൾ കേട്ടിരുന്നു. കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഏകദേശം 5 എപ്പിസോഡ്സ് നമ്മൾ നടത്തിയിരുന്നു. വിവിധ ടോപ്പിക്കുകളിൽ. ഈവൻ സ്പേസ് സയന്റിസ്റ്റ് ആകാൻ താല്പര്യമുള്ളവർക്ക് ISROയിൽ ഒരു സയന്റിസ്റ്റിനോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഒരു പൈലറ്റ് നമ്മൾ ഒരു ടോക്കിൽ നമ്മളോട് സംസാരിച്ചിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കരിയർ ഫീൽഡുകളിൽ എക്സൽ ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ സക്സസ് സ്റ്റോറീസിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം, ഫ്യൂച്ചറിൽ ഏത് കരിയർ നിങ്ങൾ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, എന്നൊക്കെ അംബീഷ്യസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെഷൻസ് കുറച്ചുകൂടി ഇൻസ്പിറേഷനിലാവും. അവർക്ക് അവരുടെ ജേണികൾ നമ്മുടെ ടോപ്പേഴ്സ് ആയിട്ടുള്ള, കരിയറിൽ സക്സസ് ആയിട്ടുള്ള ആളുകളോട് അവരുടെ ജേണി നിങ്ങൾക്ക് അത് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അവരോട് നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ സക്സസ് സ്റ്റോറീസ് ടോക്ക് സീരീസിൽ നടത്തുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ സക്സസ് സ്റ്റോറീസ് ടോക്ക് സീരീസ് ഒക്കെ നമ്മൾ എക്സാൻവേ ലേണിംഗ് യൂട്യൂബ് ചാനൽ റെക്കോർഡിംഗ്സ് ആയിട്ട് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ടോക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാം. ആൻഡ് ഇൻ അപ്കമിങ് ഡേയ്സ്, മെയ് മന്തിൽ നമ്മൾ പ്രധാനമായിട്ടും 3 ടോക്കുകളാണ് ഉള്ളത്. ഡോക്ടർ അബ്ദുസലാം, ഡോക്ടർ സഫീർ CK ആൻഡ് ഡോക്ടർ ഗോപാല ഗണേഷ്. 3 പേരും ഇന്റർനാഷണൽ ലെവലിൽ എക്സൽ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, അദ്ദേഹം ഒരു ഡോക്ടറാണ്, എയിംസ് ഡൽഹി ആൻഡ് നിംഹാൻസ് ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം ഗ്രാജുവേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഡോക്ടർ സഫീർ CK ഈസ് വർക്കിംഗ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ആൻഡ് ഡോക്ടർ ഗോപാല ഗണേഷ് ഈസ് ആൾസോ വർക്കിംഗ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ടെക്സാസ്. അപ്പോ ഇവരെയാണ് അടുത്ത മെയ് മാസത്തിൽ നിങ്ങൾ കാണാനിരിക്കുന്നത്. അപ്പൊ എനിവേ, നമ്മൾ ഇന്നത്തെ ടോക്കിലേക്ക് പ്രവേശിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ടു മീറ്റ് ഷാഹിദ് K. Muhammad. And he's currently working as Director of Engineering at Hasura Cloud. Hasura എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജി കമ്പനിയിൽ ഹസുറ ക്ലൗഡിന്റെ ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഹീസ് കറന്റ് റിസൈഡിംഗ് അറ്റ് സാൻ ഫ്രാൻസിസ്കോ അറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഷാഹിദ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്തതിന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നു ഫ്രം ദി പാർട്ട് ഓഫ് എക്സാൻവേ ലേണിംഗ്. ഇതിൽ എക്സാൻവേ ലേണിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എസ്പെഷ്യലി ഷാഹിദ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. ഷാഹിദ് സർ, പ്ലീസ്. Thanks, Awaz. Let me share my screen. Can you all see my screen? Yes, sir. ഫുൾ സ്ക്രീൻ ആണല്ലോ അല്ലേ പ്രസന്റേഷൻ? അതെ സർ.
അയ്യോ എന്നതാ പോണത്. താങ്ക്സ്. സോ അവാസ് പരിചയപ്പെടുത്തിയല്ലോ. ഇപ്പോൾ ഞാൻ ഷാഹിദ്. എൻ്റെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഓക്കെ. സോ അധികം ഇൻട്രൊഡക്ഷൻ ഇപ്പോ ഞാൻ തരുന്നില്ല. വിൽ ജസ്റ്റ് ഡയറക്ട്ലി സ്കിപ്പ് ടു മൈ സ്റ്റോറി. സോ എന്റെ വീട് കാളികാവ് എന്ന സ്ഥലത്താണ്, മലപ്പുറം ജില്ലയില്. കാളികാവ് എന്ന ഒരു മലയോര മേഖല എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോ കാളികാവില് പിന്നെ വീട്ടില് നാട്ടിലൊക്കെ സ്കൂളിൽ പോയി പിന്നെ എപ്പോഴും ഒരു എന്താ പറയാ, സ്കൂളിലൊക്കെ പോവാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. രാവിലെ നീറ്റ്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലറിയാലോ, ഒന്നെങ്കിൽ ചൂട് അല്ലെങ്കിൽ മഴ, ഇത് രണ്ടിലേതെങ്കിലും ആയിരിക്കും ഒരു ദിവസം. അപ്പൊ സ്കൂളിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ എങ്ങനെയായാലും സ്കൂളിലൊക്കെ കയറി പറ്റി അങ്ങനെ 5-6 വർഷമല്ല, 12 വർഷം അങ്ങനെ സ്കൂളിൽ പോയി. അങ്ങനെ +2 കഴിഞ്ഞ ഉടനെ പിന്നെ എൻട്രൻസ് എന്നുള്ള പരിപാടികളൊക്കെ ടിപ്പിക്കൽ പാത്തിലൂടെ തന്നെയാണ് ഞാനും കടന്നു പോയത്. അങ്ങനെ ഒരു പിന്നെ ചെറിയൊരു പ്രായം തൊട്ടേ എനിക്കൊരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതുമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോ ഒരു മാത്തമാറ്റിക്സ്, അതുപോലെ മാത്സ്, ഫിസിക്സ്, സയൻസ് ഫീൽഡിനോടായിട്ട് ഒരു മെയിൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ പിന്നെ സയൻസ് ഫീൽഡിലെ താല്പര്യങ്ങൾ ഇങ്ങനെ വലുതായി. പല ചെറുപ്പത്തിൽ പല പ്രായത്തിലും പല ആഗ്രഹങ്ങളായിരുന്നു. ഒരു പ്രാവശ്യം ആസ്ട്രോനോട്ട് ആകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പൈലറ്റ്, അതുപോലെ സയന്റിസ്റ്റ് ആവണം താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല ഫേസിലൂടെ കടന്നുപോയി. +2 ഇതൊക്കെ ആവുമ്പോ ഓക്കെ, എന്താണ് ഇനി ചെയ്യാം എന്നുള്ളത്, ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്താണുള്ള ഒരു ഐഡിയ എന്നുള്ളത് തന്നെ പലരോടും അന്വേഷിച്ചപ്പോ എഞ്ചിനീയറിംഗ് ആണ് നല്ലത്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നോക്കാം എന്നുള്ള അഭിപ്രായങ്ങൾ വന്നു പലയിടത്തുനിന്നും. അപ്പൊ +2 കൂടെ എഞ്ചിനീയറിംഗ് നോക്കാൻ വേണ്ടിട്ട് ഓക്കെ, എന്തെങ്കിലും ഒരു കുറച്ച് എക്സ്ട്രാ പഠിക്കാൻ വേണ്ടി പോയി നോക്കാം. സ്കൂളിലെ ടീച്ചേഴ്സിനെ അവരെന്നെ അഡ്വൈസ് ചെയ്തു. എക്സ്ട്രാ ക്ലാസ്സസ്, അതായത് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ പിന്നെ ഒരു എൻട്രൻസ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഒന്ന് എക്സ്ട്രാ കോച്ചിങ്ങിനൊക്കെ പോവാന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്തു. അങ്ങനെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഈവനിങ്സ് ഒക്കെ ഞാൻ കോച്ചിങ്ങിന് പോയി. അല്ലാതെ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ബുക്സ് ഒക്കെ എടുത്തിട്ട് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. എന്നാലും അതൊരു വളരെ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാത്ത ടൈപ്പുള്ള ഒരു 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 പഠിത്തമായിരുന്നു എന്ന് പറയാം. അങ്ങനെ +2 കൂടെ ഞാൻ എൻട്രൻസ് എക്സാം എഴുതി. കേരള എഞ്ചിനീയറിംഗ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എൻട്രൻസ് എക്സാം എഴുതി. CET-യില് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അലോട്ട്മെന്റ് വന്നു ആ വർഷം. അപ്പോ കമ്പ്യൂട്ടർ സയൻസ് എന്ന താല്പര്യമുള്ള വിഷയം തന്നെയായിരുന്നു. അതായത് ഇപ്പോ ആ സമയത്ത് എന്ന് പറഞ്ഞാല് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ പോപ്പുലർ ആയി വരുന്ന സമയമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്റെ കൂടെ ആ വർഷം തന്നെ സ്കൂളിലെല്ലാവരും ടീച്ചേഴ്സ് 2 പേരുണ്ടായിരുന്നു. അവര് പറഞ്ഞിട്ട് ഞാൻ JEE എന്ന് പറഞ്ഞ എക്സാം കൂടി എഴുതിയിരുന്നു, IIT JEE. അപ്പൊ അന്ന് ഓഫ്ലൈൻ ടെസ്റ്റ് ആണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ട് അതിലാണ് എക്സാം നടത്തുക. ഈ എക്സാം എഴുതി എന്ന് പറഞ്ഞാല് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, ക്വാളിഫൈ ആയതൊന്നുമില്ല. പക്ഷെ മാർക്ക് വന്നപ്പോൾ തിരക്കേടില്ലാത്തൊരു മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്, ആ എക്സാമിലെ ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ സംസാരിച്ചപ്പോ അതുപോലെ അവർ പറഞ്ഞു, സ്കൂളിലെ ടീച്ചേഴ്സ് അതുപോലെ കോച്ചിങ്ങിന് പോയിരുന്ന അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ CET നല്ല കോളേജാണ്, പക്ഷെ ഏതൊരു ഫീൽഡിൽ നമ്മൾ പോകുമ്പോഴും ആ ഫീൽഡിലെ ഏറ്റവും
ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒക്കെ എക്സ്പീരിയൻസ് കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പൊ ആ ടോപ്പ് സ്കൂൾ എഞ്ചിനീയറിംഗിന് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് പിന്നെ IITs ആണ് എന്ന് പറഞ്ഞിട്ട് അന്നാണ് അങ്ങനെയാണല്ലോ എക്സാം എഴുതിയത്. ജസ്റ്റ് എഴുതി നോക്കുന്നേ പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു വർഷം ഒന്നുകൂടി സ്പെൻഡ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്തു പലരും. അപ്പൊ ഞാൻ എന്താ CET പോകുന്ന എക്സാം നല്ല രസമായിരുന്നു. നല്ല താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ്, നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ആൻസർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. കുറെ ഒന്നും ഉത്തരം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ അന്തം വിട്ടിരിക്കുന്നു പോകുന്നറിയില്ല, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ എന്നാലും ഇതൊന്നും പഠിച്ചാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം സ്പെൻഡ് ചെയ്തു. ഒരു വർഷം സ്പെൻഡ് ചെയ്ത് കോച്ചിങ്ങിന്. എന്നിട്ട് വീണ്ടും എഴുതി. 2012 വീണ്ടും എഴുതിയപ്പോൾ ഒരു തരക്കേടില്ലാത്ത റാങ്ക് കിട്ടി. നല്ലൊരു റാങ്ക് ഒന്നും കിട്ടിയില്ല, ഭയങ്കര ടഫ് എക്സാം അല്ലേ. നല്ല റാങ്ക് ഒന്നും കിട്ടിയില്ല, തരക്കേടില്ലാത്ത റാങ്ക് കിട്ടി. പിന്നെ IIT മദ്രാസില്, ചെന്നൈയിലെ IIT മദ്രാസില് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സിന് 5 ഇയർ 5 വർഷത്തെ BTech MTech കോഴ്സാണ്. അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടറിലേക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ എന്തിന് എഞ്ചിനീയറിംഗ് ഡിസൈൻ എടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നാമത് ആ പ്രോഗ്രാം, ആ കരിക്കുലം നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ആ സമയത്ത് നോക്കിയപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ റോബോട്ടിക്സ്, അതുപോലെ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, അങ്ങനെയൊക്കെ ഒരു ഫോക്കസ് ഉള്ള ഒരു കരിക്കുലായിരുന്നു. വേറെ ട്രഡീഷണൽ ഫീൽഡുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കരിക്കുലായിരുന്നു. ഒരു ഇന്റർ ഡിസിപ്ലിനറി കരിക്കുലുള്ള പ്രോഗ്രാം ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഇങ്ങനെ പലരോടും അന്വേഷിച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല പ്രോഗ്രാമാണെന്നൊക്കെ കേട്ടപ്പോ അതെടുത്തു. പിന്നെ IIT മദ്രാസ് അടുത്താണ്, പോയി വരാൻ സുഖമാണ്. അങ്ങനത്തെ ഫാക്ടറൊക്കെ നോക്കിയിട്ട് ഇതാണ് ചൂസ് ചെയ്ത പ്രോഗ്രാം. പിന്നെ അവിടെ 5 വർഷം പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോയി. ക്ലാസ് തുടങ്ങുന്നു, പിന്നെ ക്ലാസ് പോകുന്നു, മെസ്സ് പോകുന്നു, വേറെ കറങ്ങി നടക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയില് പല കാര്യങ്ങളും നടന്നു. ചുഴലിക്കാറ്റ്, മരങ്ങളെല്ലാം അടിഞ്ഞു വീണ് കറണ്ട് ഇല്ലാതെ കുറെ ദിവസം. അതിന്റെ ഇടയിൽ കുറെ റോബോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങള്, ആക്ടിവിറ്റീസ്, അതിന്റെ ഇടയിൽ കുറെ കുക്കിംഗ് പരിപാടികള്, ഇടയിൽ ഒരു വെള്ളപ്പൊക്കം, ഇത് ഹോസ്റ്റലിൽ വെള്ളം പൊങ്ങിയതാ. പിന്നെ ഓരോരോ സ്റ്റുഡന്റ് പ്രോഗ്രാം കാര്യങ്ങള്, ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് കുറെ എക്സ്പോഷർ കിട്ടി അവിടുന്ന്. അതിന്റെ ഇടയിൽ കുറെ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിംഗ്, അതുപോലെ വെബ്സൈറ്റ് ഡിസൈനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോളേജിൽ തന്നെ, കോളേജിന്റെ നമ്മൾ പ്രോഗ്രാംസിനൊക്കെ നമ്മൾ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോബോട്ടിക്സ്, പ്രോഗ്രാമിംഗ്, വെബ്സൈറ്റ് ഡിസൈനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ 5 വർഷം എന്താന്ന് പറഞ്ഞ് കടന്നുപോയി. അതിന്റെ കോൺവൊക്കേഷൻ ആയി. അതിന്റെ ഇടയിൽ കോൺവൊക്കേഷൻ കഴിഞ്ഞ ഉടനെ ജോലിയും കിട്ടി. ജോലി കിട്ടിയത് എന്ന് പറഞ്ഞാല് ഈ കോളേജ് പഠിക്കുമ്പോ തന്നെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം കിട്ടി. അത് കോളേജ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മെയിലിംഗ് ലിസ്റ്റിൽ വന്ന ഒരു ഇമെയില്, നമ്മളെ കോളേജിൽ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാള് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിലേക്ക് ഇന്റേൺസിനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു മെയിൽ വന്നു. അപ്പൊ ഞാൻ വെറുതെ വെക്കേഷൻ ഒക്കെ അല്ല, എന്തായാലും പണിയൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ അപ്ലൈ ഇന്റേൺഷിപ്പിന്. അങ്ങനെ അവര് ആ കോളേജിൽ അലുമിനി ആണ്. അവര് പിന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്തു. അപ്പൊ എനിക്ക് കമ്പനി നല്ല ഇഷ്ടപ്പെട്ടു, അവരുടെ വർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്, അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ കമ്പനിയിൽ പിന്നെ കോളേജ് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്തു. അവരെനിക്കൊരു ഓഫർ തന്നു. കോളേജ് കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ആ ഓഫർ ഞാൻ എടുത്ത് ജോയിൻ ചെയ്തു. അപ്പോ ആ ഒരു കണക്ഷനും ആ ഒരു പെട്ടെന്ന് എന്താ പറയാ പരിചയം, ആ കണക്ഷൻ ആ IIT മദ്രാസ് എന്നുള്ള എൻവയൺമെന്റിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു ക്ലോസ് ലിങ്ക്ഡ് കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ ജോലിയിൽ ജോയിൻ ചെയ്തു. ചെന്നൈയിലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു ഓഫീസ്. ചെന്നൈയിലായിരുന്നു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ബാംഗ്ലൂരിലേക്ക് മാറി. അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂര് ആണ് നമ്മള് ഓഫീസ് ഉണ്ടായിരുന്നത്. ആദ്യം കുറച്ച് വർഷം അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ കമ്പനി നല്ല വലുതായി, ശരി സ്റ്റാർട്ടപ്പ് ആണ്. ഒരു 10-20 പേരുണ്ടായിരുന്നുള്ളൂ ജോയിൻ ചെയ്യുമ്പോൾ.
പിന്നെ കമ്പനി പതുക്കെ പതുക്കെ വലുതാവാൻ തുടങ്ങി. അങ്ങനെ ഒരു 2021 ഒക്കെ ആയപ്പോ US ഓഫീസ് സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു 22 വരെ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അതിനുശേഷം ഇവിടെ US ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 22 ഇങ്ങോട്ട് മൂവ് ചെയ്തു, സാൻ ഫ്രാൻസിസ്കോയിൽ മൂവ് ചെയ്തു. അപ്പോ 2014 ഞാൻ എന്റെ കമ്പനിയുടെ ഫൗണ്ടേഴ്സിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കോളേജിൽ വെച്ചിട്ട്. അതിനുശേഷം ഇപ്പൊ ഒരു 10 വർഷമായിട്ട് സെയിം ടീമിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കണക്ഷൻസ് ഒക്കെ IIT മദ്രാസിൽ നിന്ന് ഉണ്ടായി വന്ന കണക്ഷൻസ് ആണ്. ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ആ സാൻ ഫ്രാൻസിസ്കോയിൽ ഓഫീസ് ഉണ്ട്, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഇന്റേൺ ആയിട്ട് കയറിയതാണ് കമ്പനിയിൽ. ആ ഇന്റേൺ ആയിട്ട് കയറിയിട്ട് ഒരു പിന്നെ ജോലി കോളേജിന് ശേഷം ഒരു എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ സീനിയർ എഞ്ചിനീയർ, ടെക്നിക്കൽ ലീഡ്, പിന്നെ എഞ്ചിനീയറിംഗ് മാനേജറായി. പിന്നെ ഇപ്പൊ ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഒരു 35 ആൾക്കാർ മെമ്പേഴ്സ് ഉള്ള എഞ്ചിനീയറിംഗ് ടീം മാനേജ് ചെയ്യുന്ന ഞാനാണ്. ഞങ്ങളുടെ ഒരു ക്ലൗഡ് പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിന്റെ മൊത്തം എഞ്ചിനീയറിംഗ് വർക്ക്, അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടുന്നാണ്. നമ്മൾ വേൾഡ് വൈഡ് ടീമാണ്. US എംപ്ലോയീസ് ഉണ്ട്, ഇന്ത്യയിലുണ്ട്, അതുപോലെ ഓസ്ട്രേലിയ, UK, ജർമ്മനി, ഇങ്ങനെ പല രാജ്യങ്ങളിലും നമുക്ക് എംപ്ലോയീസ് ഉണ്ട്. ഈ ടീം എല്ലാം നമ്മൾ 24/7 ഒരു റിമോട്ട് വർക്ക് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോ ഞാൻ ജസ്റ്റ് പിന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. കാര്യമായിട്ട് എനിക്ക് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മള് ഞാൻ തന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിന്റെ ഉള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നത്. ഇപ്പൊ ഒരു ലാസ്റ്റ് 2-3 ഇയേഴ്സിന്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ തന്നെ നമ്മള് പല കാര്യങ്ങളും മാറി മറിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും എന്തായിരിക്കും എന്നുള്ളത് നമ്മള് ആലോചിച്ചിട്ടുണ്ടോ? പല കാര്യങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ഫ്യൂച്ചറിൽ ഒരു 10 വർഷം, ഇനിയൊരു ലാസ്റ്റ് ഒരു 10 വർഷം, ഒരു 10 ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാല് എന്തെല്ലാം മാറിയില്ല. ഇന്റർനെറ്റ് ടെക്നോളജി, അതുപോലെ ഇപ്പോ AI, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിന്റെ ഉള്ളിലാണ് വളരെയധികം പോപ്പുലർ ആയി വന്നത്. AI എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു ലാസ്റ്റ് 1 ഇയറിലാണ് വന്നത്. കഴിഞ്ഞ ഒരു 10-50 വർഷത്തിന്റെ ഇടയിലുള്ള ഒരു എക്സ്പെൻഷ്യൽ ഗ്രോത്ത്, സ്റ്റീം എഞ്ചിൻ ആയാലും ഡിസ്കവറി ഓഫ് ഓയിൽ, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ്, എല്ലാവരും കണക്റ്റഡ് ആണ്. ഇപ്പോ പണ്ടൊക്കെ ഒരു കത്തയച്ചാൽ എടുത്തണമെങ്കിൽ എത്രയോ കാലം പിടിക്കുമായിരുന്നു, ഇന്ന് നമുക്ക് എല്ലാവരും റിയൽ ടൈം ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഒരു സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അങ്ങനെ ആ ഒരു ഫീൽഡിലുള്ള ഇന്നോവേഷൻസ് ഭയങ്കരമാണ് ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ. അത് ഇനിയും എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സിൽ. ആ ഒരു നെക്സ്റ്റ് 10 ഇയേഴ്സിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ മെഡിസിൻ ഒരു ഏരിയയിലാണെങ്കിൽ ഓട്ടോമേഷൻ, ലാബ് റിസൾട്ട്, അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇമേജിംഗ് ടെക്നോളജി, സ്കാനിങ്, AI ബേസ്ഡ് ഡയഗ്നോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എഞ്ചിനീയറിംഗിലാണെങ്കിൽ എത്രയോ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഓട്ടോമേഷൻ, റോബോ, അതായത് ഓട്ടോണോമസ് കാറുകൾ. ഇവിടെ ഇപ്പോ നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ. ഗൂഗിളിന്റെ വെയ്മോ എന്ന് പറഞ്ഞ കമ്പനി ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാൻ പറ്റും. അപ്പൊ ഇനിയും എത്രയോ ഒരു ഇന്നോവേഷൻസ്, അതുപോലെ എത്രയോ ടെക്നോളജി ഇവോൾവ് ചെയ്യാൻ പോവാണ് ഒരു നെക്സ്റ്റ് 10 ഇയേഴ്സ് നോക്കുമ്പോൾ. അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാല് പല കാര്യങ്ങളും, പല ജോലികളും ഇല്ലാതാവും, പക്ഷെ പല പുതിയ ജോലികളും ഉണ്ടായി വരും. അതായത് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ജോലി ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ആൾക്കാർ ഫാക്ടറിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാനുവൽ വർക്ക് ചെയ്യുന്ന പല ജോലിക്കും അങ്ങനെ ഇപ്പൊ ഇന്നില്ല. അതായത് ഒന്നെങ്കിൽ ടൈപ്പ് റൈറ്റിങ്ങിന് പകരം ആൾക്കാർ ഇന്ന് എല്ലാവരും സ്വന്തമായി ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെ നോട്ട്സ് എടുക്കുന്നു. അതുപോലെ ഫാക്ടറിയിലെ ജോബ് കഴിഞ്ഞാൽ റോബോട്ട്സ് വരുന്നു, ഓട്ടോമേറ്റ് ആവുന്നു. പക്ഷെ ഒരു ഭാഗത്ത് കുറെ ജോലികൾ ഇല്ലാതാവുമ്പോൾ ഒരു ഭാഗത്ത് പല ജോലികൾ ഉണ്ടായി വരുന്നുണ്ട്.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ടില്ലാത്ത എത്രയോ ജോലികൾ ഇന്നുണ്ട് അല്ലെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ആയാലും, അതുപോലെ ട്രഡീഷണൽ അഡ്വർടൈസിംഗ് എല്ലാം പോയി ഇന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നു. അതുപോലെ പുതിയ പുതിയ ബിസിനസ്സസ് വരികയാണ് അല്ലെ. ഓൺലൈൻ ഷോപ്പിംഗ് ആയാലും, ഒരു ഇ കോമേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായാലും പുതിയ ഏരിയാസ് ആണ്. പുതിയ പുതിയ ജോബ്സ് നമ്മൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പഴയ പണ്ടുണ്ടായിരുന്ന പല ജോലികളും ഇന്നില്ല, പക്ഷെ ഇന്നില്ലാത്ത പല ജോലികളും നാളെ ഉണ്ടാവും. അപ്പൊ നമ്മളെങ്ങനെ ഹൗ ഡു വി ഗെറ്റ് റെഡി ഫോർ ദിസ്, റൈറ്റ്? സൗണ്ട് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് പേര് ചാറ്റിൽ ആ ഇങ്ങനെ ഓക്കെ പറയുന്നു. ഓക്കെ ഞാൻ നേരത്തെ പറയായിരുന്നു. സൗണ്ട് ഒരു മിനിറ്റ്, ഞാൻ മൈക്ക് ചേഞ്ച് ചെയ്യട്ടെ. അത് ബെറ്റർ ആണോ അല്ലേന്ന് പറഞ്ഞേ. ഇത് ബെറ്റർ ആണോ? ഇല്ല, ഇത് കുറച്ച് കുറവാണ്. ഓക്കെ, ഇപ്പോഴോ? അപ്പൊ കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് നോട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട് ഓഡിയോ? ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയി. ഓക്കെ, ഇത് ഇങ്ങനെ ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്യല്ലേ? അതെ സാർ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക്സ്. അപ്പൊ നമ്മൾ ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ചില പല കാര്യങ്ങളും റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ വളരെയധികം മ്യൂണ്ടൈൻ ആയിട്ടുള്ള ടാസ്കുകളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ല. നമ്മളെപ്പോഴും നമ്മളുടെ ക്രിയേറ്റിവിറ്റി, സോഫ്റ്റ് സ്കിൽ, എംപതി, കമ്മ്യൂണിക്കേഷൻ, നമുക്കൊരു ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഏരിയാസ്, ഡിസിപ്ലിനറി നോളജ് വേണ്ട കാര്യങ്ങൾ, ക്രിട്ടിക്കൽ തിങ്കിങ്, റീസണിങ്, അതുപോലെ ലോജിക്കൽ തിങ്കിങ് വേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അപ്പൊ ബോട്ടം ലൈൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ വി നീഡ് ടു ബി ഏബിൾ ടു അഡാപ്റ്റ്, വി നീഡ് ടു ബി ഏബിൾ ടു ലേൺ, വി നീഡ് ടു ബി ഏബിൾ ടു വർക്ക് ആൻഡ് ലേൺ ന്യൂ തിങ്സ്, റൈറ്റ്? അപ്പൊ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും ആ ഒരു പുതിയ ലോകത്തോട്, ആ ഒരു പുതിയ രീതിയോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു മേ ബി ഒരു 10-20 ഇയേഴ്സ് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് അത്രയും പോപ്പുലർ ആയിരുന്നില്ല. യൂട്യൂബ് ഫൗണ്ട് ചെയ്തിട്ട് കുറെ ആയെങ്കിലും അന്നൊക്കെ ആരുടെയും നമ്മൾ പറയാണ് നിങ്ങൾ ജസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് ആൾക്കാർക്ക് വീഡിയോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടുന്ന ആരുടെയും പറയുകയാണെങ്കിൽ അന്ന് ആരും വിശ്വസിക്കൂല അല്ലെ. അപ്പൊ ഇന്ന് ഫുൾ ടൈം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞൊരു കാരിയർ ഇന്നുണ്ട്. യൂട്യൂബിങ്, അതേപോലെ സയൻസ്, അത് ഏത് ചാനൽ ആയാലും, അത് ട്രാവൽ ആയാലും സയൻസ് ആയാലും, അങ്ങനെ പല ഏരിയയിലും യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു 8-10 വർഷം മുമ്പ് അങ്ങനത്തെ കരിയർ ഇല്ലായിരുന്നു. അപ്പോ നമ്മളെങ്ങനെയായാലും ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ഒരു കുറച്ച് വർഷം കൂടി വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോ ലൈഫ് ലോങ് ലേണിംഗ് അതായിരിക്കണം നമ്മൾ ഒരു 8 അല്ലെങ്കിൽ 10-12 വർഷത്തെ, അതുപോലെ ഒരു 4 വർഷത്തെ കോളേജ്, 5 വർഷത്തെ കോളേജിൽ നിന്ന് നമുക്ക് ഏറ്റവും പഠിച്ചെടുക്കേണ്ട സ്കിൽ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് എബിലിറ്റി ടു ലേൺ ടു ലേൺ. അപ്പോ സ്കൂളിൽ പഠിക്കുന്ന തിയറംസും ലോസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ദാറ്റ്സ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഡു യുവർ വർക്ക്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. അല്ലാതെ ബട്ട് വാട്ട് യു നീഡ് ടു ഡു ഇസ് യു നീഡ് ടു ഗെയിൻ ദ സ്കിൽ ഓഫ് ലേണിംഗ്. അതായത് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ ഒരു ആ സമയത്തുള്ള നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിലേക്ക് മാക്സിമം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുക. ഫെയിലിയേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ ഫെയിലിയേഴ്സ് ഒരു ലെസൺ ആയി എടുത്തിട്ട് അതിന്ന് പുതിയ ലേൺ ഫ്രം ഫെയിലിയേഴ്സ് ആൻഡ് ദെൻ മൂവ് ഓൺ അല്ലെ. ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉണ്ട് ഈ ലോകത്ത് ഇന്ന്. എസ്പെഷ്യലി നമ്മൾ ഓരോ എൻട്രൻസ് എക്സാം എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഏത് ഫീൽഡായാലും, ജോലിക്ക് വേണ്ടി ആയാലും, ഇങ്ങനത്തെ കാര്യങ്ങളായാലും കോമ്പറ്റീഷൻ ധാരാളം ഉണ്ട്. അപ്പൊ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ നമ്മൾ മാക്സിമം നമ്മളെ ടൈം യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് ബി റെഡി ഫോർ ദ ഫ്യൂച്ചർ. അപ്പൊ ഒരു സമ്മറി പറയുകയാണെങ്കിൽ
നമ്മൾ എപ്പോഴും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ യുവർ കറന്റ് ഇൻട്രസ്റ്റ്. ഇപ്പൊ എന്താണ് നമുക്ക് ഇപ്പോഴുള്ള ഒരു ടൈമിൽ നമ്മളെ താല്പര്യം എന്താണ്. അതിപ്പോ നിങ്ങളിപ്പോ സ്കൂളിലാണെങ്കിൽ ഫോക്കസ് ഓൺ വാട്ട് ഇൻട്രസ്റ്റ് യു. ഇപ്പൊ സ്കൂളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പൊ നമുക്കൊരു സബ്ജക്ട് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്, ഫിസിക്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്, അതുപോലെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് ബി വെരി ഗുഡ് അറ്റ് ഇറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം യു ഹാവ് ടു ബി ഗുഡ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ ബി വെരി ഗുഡ് അറ്റ് ഇറ്റ്. എന്നിട്ട് അതിൽ ഡു ദ ബെസ്റ്റ് യു ക്യാൻ ഇൻ ദാറ്റ് ഏരിയ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഫീൽഡിലും ഓരോ സമയത്തും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ഡു അമേസിംഗ് തിങ്സ്. നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ ഇഫ് വി ആർ അറ്റ് ദ ടോപ്പ് then we'll be able to achieve a lot. And when we are at the top of our field, അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വിൽ ബി അഗെയിൻ among all the top people. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നാട്ടിലെ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ നാട്ടിലെ നമ്മുടെ സ്കൂളിലെ ക്ലാസ്സിലെ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏരിയയിലെ ഒരു സ്കൂളിലെ ഫസ്റ്റ് പ്ലേസിൽ ഒരാൾ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ എത്തുമ്പോൾ നമ്മൾ ആ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഫസ്റ്റ് പ്ലേസിലെ ആൾക്കാരും വന്ന് കോമ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഒരു നാട്ടിലെ അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള നമ്മളെക്കാൾ അമേസിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ എന്താവുന്ന വെച്ചാല് വി വിൽ ഗെറ്റ് ബെറ്റർ, വി വിൽ ലേൺ ഫ്രം ദം ആൻഡ് ദെൻ വി വിൽ ബി ഏബിൾ ടു ഗ്രോ. എപ്പോഴും നമ്മളെ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കും. അത് ഒരു ഏറ്റവും ഏത് ഫീൽഡിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഏത് ഫീൽഡിലാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അവിടെ ആ ഫീൽഡിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ഒരു 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 പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് വരുന്നത് ആ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു രാജ്യത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയില് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആ സയൻസ് ഏരിയയിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് IITs പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്, ദർ ഓൾസോ സ്മാർട്ട്. അപ്പൊ നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ അവിടെ കാണുന്നു. വിൽ വർക്ക് ഹാർഡ് ആൻഡ് വിൽ ബി ഏബിൾ ടു ബിൽഡ് എ നെറ്റ്വർക്ക് ആസ് വെൽ. നമ്മളവിടെ ആൾക്കാരെ പരിചയപ്പെടുന്നു. ആൾക്കാരുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഇന്റേൺഷിപ്പ് ഞാൻ പരിചയപ്പെട്ടത് കോളേജിൽ വെച്ചിട്ടാണ്. that led to like a last 10 years of my life was because of that one meeting. അല്ല ഒരൊറ്റ മീറ്റിംഗിലാണ് എന്റെ കഴിഞ്ഞൊരു 10 വർഷത്തെ എന്റെ ലൈഫ് ഇവോൾവ് ചെയ്തത്. അപ്പൊ നമ്മള് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നു, അവരെ കൂടെ വർക്ക് ചെയ്യുന്നു. ആൻഡ് എവറി ഡേ വി ആർ ചാലഞ്ചിങ് ourselves. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യാണ്. വാട്ട് ഈസ് ന്യൂ? ഇപ്പൊ ഞാനൊരു 4 വർഷം മുമ്പുള്ള ചെയ്ത വർക്കല്ല ഇന്ന് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം ചെയ്ത വർക്കല്ല ഇന്ന് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ ന്യൂ, എവറിഥിങ് ഈസ് ന്യൂ ഫോർ മീ. നമ്മളെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ആൻഡ് ഓൾവേസ് ബി ലേണിംഗ്. ഇത്രയൊരു സമ്മറിയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ചു നേരം ക്വസ്റ്റ്യൻ ആൻസർ സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് പറയുകയും ചെയ്യാം. എന്റെ ഇമെയിലാണിത്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ക്യൂ ചെയ്യേണ്ട യെസ്. അപ്പൊ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, സാറിനോട് നേരിട്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. വി വിൽ അലോ ടു ടോക്ക്. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ Q&A നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. കുറച്ച് ചോദ്യങ്ങളൊക്കെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. റാൻഡം ക്വസ്റ്റ്യൻസ്. യെസ്. അമീന, ഷഹനാസ്, ആയിഷ, മഹറൂഫ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം. മൈക്ക് അലോ ചെയ്യുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ. ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. യെസ്. അഫ്രിൻ നിയാസി എന്തോ പറയുന്നുണ്ടോ? ഹലോ, ഞാൻ അഫ്രിന്റെ പേരന്റ് ആണേ, ഫാദർ. ചോദിക്കാമോ? ക്വസ്റ്റ്യൻ ചോദിക്കാമോ?
പറയൂ. ഓക്കെ. ഈ കമ്പ്യൂട്ടറിൽ ചെറുതിലേ മുതലേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം സ്കില്ല് ആ സമയത്ത് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് എന്തെങ്കിലും ചെയ്തോ, അതോ ഈ പിന്നെ IIT-യിൽ കയറിയതിനു ശേഷം ആ, ഈ കോഡിംഗ് പോലെ അങ്ങനെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് എപ്പോഴാ, എന്റെ ഇൻട്രസ്റ്റ് എനിക്ക് എപ്പോഴാ തോന്നിയെന്ന് വെച്ചാല് പണ്ട് ഇപ്പോഴും ഉണ്ടാവും. സ്കൂളില് IT എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ടല്ലോ. IT എന്ന് പറഞ്ഞ സബ്ജക്റ്റില് പിന്നെ ഒരു പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുക. അന്ന് അന്ന് ബേസിക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ് പഠിപ്പിച്ചത്. നമ്മളൊരു എനിക്കൊന്നൊരു 7th-ലോ 8th-ലോ ആണ് ബേസിക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത്, അതെ, ക്യൂ ബേസിക് ചില ആൾക്കാർ ഓർക്കുന്നുണ്ടാവും. പ്രോഗ്രാംസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചാപ്റ്റർ ഇങ്ങനെ കണ്ട സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോ അപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് എന്റെ ഫാദറും മദറും ടീച്ചേഴ്സ് ആണ്. അവര് പിന്നെ ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ആണ്. അതിങ്ങനെ വീട്ടിൽ സംസാരിക്കുമ്പോഴാണ് അറിയണത് ഫാദർ പണ്ട് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അതുവരെ ഞാൻ അതിനെ പറ്റി അറിഞ്ഞിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ വീട്ടിൽ ഒന്ന് രണ്ട് പിന്നെ പ്രോഗ്രാമിംഗ് ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, വായിച്ചു. സ്കൂളിൽ നിന്നുള്ളത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അങ്ങനെ സൈഡായിട്ട് സ്വന്തമായിട്ട് പഠിച്ച് ബുക്സ് ഒക്കെ എടുത്ത് വായിച്ച് പഠിക്കുമെന്നല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. 10th 11th 12th ഒക്കെ ആയപ്പോ കംപ്ലീറ്റ്ലി അത് എന്താ പറയാ സ്റ്റോപ്പ് ആയ പോലെ ആയിരുന്നു. ജസ്റ്റ് ഇപ്പോൾ ഉള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ എക്സ്ട്രാ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ കോളേജിൽ എത്തിയതിനു ശേഷമാണ് ഇഷ്ടംപോലെ ടൈം കിട്ടി. അതുപോലെ കോളേജിൽ തന്നെ സെൽഫ് സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ അങ്ങനെയാണ് ആ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്തത്. അത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അത് ഫോക്കസ് ചെയ്തു. കോളേജിൽ കുറച്ചുകൂടി സമയം കിട്ടി. അപ്പൊ വീണ്ടും ആ ഏരിയയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. സർ, Q&A-യിൽ ഒരു ചോദ്യം വന്ന് കിടക്കുന്നുണ്ട്. ബിടെക് ഓർ BE ഇൻഡസ്ട്രിയൽ ആൻഡ് മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് ഏതാണ് ബെറ്റർ എന്നുള്ളതാണ്, എന്താണ് ഒപ്പീനിയൻ എന്നുള്ളതാണ് ചോദ്യം. ആളെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ബിടെക് BE ഇൻഡസ്ട്രിയൽ ആൻഡ് മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് അതൊരു ഈ ഒരു ഫീൽഡ് നോക്കിയിട്ട് അതിന്റെ കരിക്കുലം നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ അതെന്താന്നല്ല. എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല ആ കോഴ്സിനെ പറ്റി. അപ്പൊ ഞാനത് ആ ഒരു ഏരിയ കരിക്കുലം നോക്കുക, അതിലെന്താണ് ആ ഒരു കരിക്കുലത്തിൽ നമുക്ക് താല്പര്യമുള്ള എന്താണോ ഉള്ളത് നോക്കുക. അത് മാച്ചിങ് ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ഇത് ഈ ഒരു കോഴ്സ് ആ കരിക്കുലം അത് നോക്കാതെ നമ്മൾ ജസ്റ്റ് അതെന്താണ് നോക്കിയിട്ട് അതെവിടെ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിനെ പറ്റി. റുന ജംഷി എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ചോദിക്കുന്നത്, +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്താല് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് പോവാൻ ചാൻസ് ഉണ്ടോ? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ പോവാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ഫീൽഡാണ്. ഇപ്പൊ ഞാൻ പഠിച്ച ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഒന്ന് രണ്ട് ഇന്നോവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ടീം ഒരു സ്റ്റുഡന്റ് ടീം അവരുടെ പ്രൊഫസറോട് വർക്ക് ചെയ്തിട്ട് എന്തോ ഒരു ഹാർട്ട് വാൽവ് സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഒരു വേറൊരു ടീം വർക്ക് ചെയ്തത് അവരുടെ പുതിയ സർജിക്കൽ എക്യുപ്മെന്റ് അവര് കണ്ടുപിടിച്ചിരുന്നു. അത് പേറ്റന്റ് ഒക്കെ എടുത്ത് അത് അവരൊരു വലിയ മെഡിക്കൽ കമ്പനിക്ക് സെൽ ചെയ്ത് വെരി ഗുഡ് പ്ലേസ് നൗ. അപ്പൊ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി IIT മദ്രാസിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ അതുപോലെ 1-2 IIT പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് തന്നെ ടാർഗറ്റ് ചെയ്യണം. വളരെയധികം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലേ അതിന് പോകാൻ പറ്റും. ബയോളജി എടുക്കണമെന്നില്ല. പുരുഷോത്തമൻ ചോദിക്കുന്നത്, വാട്ട് ആർ സബ്ജക്ട്സ് നീഡ് ടു ടേക്കൺ എഞ്ചിനീയർ ഓർ പൈലറ്റ്?
എഞ്ചിനീയറോ പൈലറ്റോ ആവാനാണ് മാധവിന്റെ ആഗ്രഹം? എഞ്ചിനീയറോ പൈലറ്റോ ആവാന് മാത്സും ഫിസിക്സും ഇതാണ് മെയിൻ. എഞ്ചിനീയർ ആവണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കണം. അത് ഏത് ഫീൽഡ് അനുസരിച്ച് നിൽക്കും. പൈലറ്റ് ആവാന് +2 കഴിഞ്ഞ ഉടനെ പൈലറ്റ് ട്രെയിനിങ് കോഴ്സിന് പോകണം. രണ്ട് ഫീൽഡിലും മാത്സും ഫിസിക്സും ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. എസ്പെഷ്യലി പൈലറ്റ് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കാൽക്കുലേഷൻസ്, കാര്യങ്ങള്, ഫ്ലൈറ്റ് മെക്കാനിക്സ് ഒക്കെ പഠിക്കാൻ അതൊക്കെ ആവശ്യം വരും. ആ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യാം. എന്നിട്ട് +2 കഴിയുമ്പോൾ ഒന്ന് പൈലറ്റിങ്, ആ സമയത്ത് പൈലറ്റ് ആണ് താല്പര്യം തോന്നുകയാണെങ്കിൽ പൈലറ്റ് ട്രെയിനിങ്ങിന് പോവാം. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോവാം. എന്നിട്ട് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിട്ടും അതുപോലെ ഏവിയോണിക്സ് എഞ്ചിനീയർ ആയിട്ടൊക്കെ തിരിച്ച് ആ ഫീൽഡിലേക്ക് തന്നെ വരാം. ഓക്കെ, അനുഷ്ക ചോദിക്കുന്നത് സാറിന്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സ്റ്റഡി പ്ലാൻ എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ ഷെഡ്യൂൾ ആണല്ലോ, അല്ലെങ്കിൽ ഓരോരോ രീതികളാണ്. ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള ആൾക്കാര് കൂടെ ഉള്ള കുറെ പേര് പഠിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് അവര് ഡെയിലി 10-15 hours ഒക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 16 hours ഒക്കെ പഠിച്ചിട്ട് ബാക്കിയുള്ള സമയം ഉറക്കം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചായിരുന്നു. എനിക്ക് ഒരു 8 to 10 മണിക്കൂർ ഉറങ്ങണം. അത് നോൺ കോംപ്രമൈസിങ് ആണ്. 8 to 10 hours ഉറങ്ങും. പിന്നെ ബാക്കിയുള്ള സമയം പഠിക്കുക. ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ഇപ്പൊ ഞാൻ സ്കൂളൊക്കെ പഠിച്ച സമയത്താണെങ്കിൽ ക്ലാസ്സിൽ പോവുക, ക്ലാസ്സിലിരിക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക, ആ സമയത്തുള്ള പഠിത്തമുള്ളൂ. പിന്നെ അതിന് പുറമെ എക്സാം ഒക്കെ വരുമ്പോൾ പഠിക്കാന്നല്ലാതെ ഉള്ള കാര്യമായിട്ടുള്ള ഒരു പഠിത്തമൊന്നുമില്ല. പക്ഷെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തപ്പോ അത് ആ ഒരു പഠിത്തം കൊണ്ട് എൻട്രൻസ് കിട്ടൂല നമുക്ക്. അത് വളരെ ക്ലിയർ ആണ്. അപ്പോ 10-16 മണിക്കൂറൊന്നും പഠിച്ചില്ലെങ്കിലും ദിവസം ഒരു 4 to 8 മണിക്കൂറെങ്കിലും ദിവസം പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ കോമ്പറ്റീഷന്റെ കൂടെ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോ അങ്ങനെയായിരുന്നു സ്റ്റഡി പ്ലാന്. രാവിലെ ഒരു 3-4 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം ഒരു 3-4 മണിക്കൂർ, പിന്നെ കിടന്നുറങ്ങുക. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഷെഡ്യൂളും അവരുടെ ബ്രെയിൻ എപ്പോഴാ വർക്ക് ചെയ്യുക, രാവിലെയാണോ രാത്രിയാണോ, അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഒരു ചോദ്യം ഫാത്തിമ ദീ ചോദിക്കുന്നത്, സർ ബാക്ക് വെൻ യു വെർ യങ്ങർ ഡിഡ് യു എവർ ഡ്രീം ഓഫ് സംതിങ് ലൈക്ക് AI, റോബോട്ടിക്സ്? സാറിന്റെ ചെറുപ്പകാലത്ത് AI-നെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് തുടങ്ങിയിരുന്നോ, ഡ്രീം ചെയ്തിരുന്നോ എന്നൊക്കെ? ഈ പിന്നെ AI, റോബോട്ടിക്സ് എന്നുള്ള കാര്യങ്ങൾ ഇതിപ്പോ പലതും ഇപ്പോഴാണ് റിയലൈസ് ചെയ്ത് വരുന്നതെങ്കിലും ഇത് പണ്ട് തൊട്ടേ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ, സയൻസ് ഫിക്ഷൻ ഓതേഴ്സിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കാര്യം. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസക് അസിമോവ് എന്ന് പറഞ്ഞൊരു ഓതർ. ഐസക് അസിമോവ് ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന കാലം എന്ന് പറഞ്ഞാല് ഹി ലിവ്ഡ് ഫ്രം 1920 to 1992. അപ്പോ അസിമോവിന്റെ ബുക്സ് എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള 3 laws of robotics ഇതൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന ഐസക് അസിമോവ് ആണ്. അത് ഇപ്പോഴും അങ്ങനെ ഒരു റോബോട്ടിക്സിന്റെ ഫണ്ടമെന്റൽ ലോ ആണെന്നൊക്കെ പറയുന്ന 1-2 കാര്യങ്ങളൊക്കെ. അസിമോവിന്റെ ബുക്സ് ഒക്കെ ഇറങ്ങുന്നത് 1950s അല്ലെങ്കിൽ 60s 70s അപ്പൊ ആ ഒരു സമയത്ത് ആ സമയത്തേ ഉണ്ട്. അസിമോവിന്റെ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാല് അതില് പൊസിട്രോണിക് ബ്രെയിൻ, അതുപോലെ പിന്നെ ഫ്ലൈയിങ് കാറുകൾ, റോബോട്ട്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതെല്ലാം ഉണ്ട് അസിമോവിന്റെ ബുക്കിൽ. അപ്പൊ പണ്ട് തൊട്ടേ ആൾക്കാർ ഇതിനെപ്പറ്റി തിയറൈസ് ചെയ്യുന്നതും ഇമാജിൻ ചെയ്യുന്നതും ചെയ്തിരുന്നതാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചിട്ടും ഐ വാസ് അവെയർ ഓഫ് ദീസ് തിങ്സ്. അല്ല, ഇങ്ങനെ ഒരു റോബോട്ട്സ് അല്ലെങ്കിൽ പണ്ട് അങ്ങനെ നമ്മൾ പല ഡോക്യുമെന്ററി ആയിട്ട് അങ്ങനെ പല കാര്യങ്ങളായിട്ടും കാണുമല്ലോ റോബോട്ട്സിനെ പറ്റി. അപ്പൊ ഐ വാസ് അവെയർ. അത് അവെയർ ആയത് എങ്ങനെയെന്ന് വെച്ചാല്
ത്രൂ ത്രൂ ബുക്സ് അല്ലെങ്കിൽ ഈ എൻസൈക്ലോപീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാണ് ഐ വാസ് അവെയർ. അല്ലാതെ അന്ന് ഫ്യൂച്ചറിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ ചോദിച്ചാല് നോബഡി നോസ്. അന്ന് ഇങ്ങനെ ഒരു ലോകമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഇങ്ങനെ ഒരു വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ ഓതേഴ്സ് ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നല്ലാതെ സ്വന്തമായിട്ടൊരു അങ്ങനെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്യൂച്ചർ ഞാൻ കണ്ടിട്ടുണ്ടോ വെച്ചാല് ഐ ഡ്രീംഡ് വിത്ത് അതേഴ്സ് ഹൂ ഡ്രീംഡ് അങ്ങനെ പറയേണ്ടി വരും. ഞാനായിട്ടൊന്നും പുതിയത് ഡ്രീം ചെയ്തുണ്ടാക്കി കണ്ടിട്ടില്ല. ഓക്കെ സാർ, ഒരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഏറ്റവും നല്ല സാലറി കിട്ടാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ഒരു ഫീൽഡ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ജോലികളോ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് നല്ല സാലറി കിട്ടും. അതായത് ഒരു ന്യൂറോ സർജന് ഭയങ്കര സാലറി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതുപോലെ ഒരു ഓഫ് ഷോർ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന ഒരു മറൈൻ എഞ്ചിനീയർ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു ഓഫ് ഷോർ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന വളരെ റിസ്ക് എടുക്കുന്ന ഒരു ന്യൂക്ലിയർ ഫിസിസിസ്റ്റ്, അങ്ങനെ റിസ്ക് ഉള്ള പല ജോലികൾക്കും നല്ല സാലറിയാണ്. പിന്നെ പൈലറ്റിന് നല്ല സാലറിയാണ്. ലോയേഴ്സിന് ഭയങ്കര സാലറിയാണ്. എസ്പെഷ്യലി US-ലൊക്കെ ലോയേഴ്സ് ആർ വെരി ഹൈലി പെയ്ഡ്. ഒരു മണിക്കൂറിന് $1000 ഒക്കെ ചാർജ് ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്. ഒരു കമ്പനിയുടെ CEO എന്ന് പറഞ്ഞാൽ ഭയങ്കര സാലറിയാണ്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇയർലി സാലറി വന്നിട്ടുണ്ടാവും. ഇനി പ്രൊഫസേഴ്സിന് ഭയങ്കര സാലറിയാണ്. ഒരു ഫീൽഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല സാലറിയാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഏത് ഫീൽഡിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡില് ഇഫ് വി ആർ അറ്റ് ദ ടോപ്പ് വിൽ ഡു വെരി വെൽ. അപ്പൊ ആ ഫീൽഡിൽ നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുകയാണെങ്കിൽ നല്ല സാലറി കിട്ടും. സോ വിൽ ബി റിവാർഡഡ്. ഇഫ് യു ആർ അറ്റ് ദ ടോപ്പ് വി വിൽ ബി റിവാർഡഡ്. അത് പിന്നെ ഏതായാലും ആർക്കിടെക്ട് ആയാലും, ഏറ്റവും നല്ല ആർക്കിടെക്ട്സ് ഒക്കെ ഈ ലോകത്ത് ഏറ്റവും നല്ല സാലറി ഉള്ള ആൾക്കാരാണ്. ഏത് ഫീൽഡാണെങ്കിലും അവിടുത്തെ ടോപ്പ് ഫ്യൂ പെർസെന്റിലാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല സാലറി കിട്ടും. നേരെ മറിച്ച് നമ്മൾ ആ ഫീൽഡിലെ ബോട്ടം ഫ്യൂ പെർസെന്റ് ആണെങ്കിലോ ഒരു കാര്യമില്ല അല്ലെ. ബോട്ടം ഫ്യൂ പെർസെന്റ് ആണെങ്കിൽ നമ്മള് സാലറി കിട്ടും, ചെറിയ സാലറി ഉണ്ടാവും, അത് കുഴപ്പമില്ലാതെ ജീവിച്ചു പോകണം. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ നമുക്ക് കഴിവുള്ള ഏരിയ, താല്പര്യം വേണം, കഴിവ് വേണം. ആ രണ്ടും ചേർന്ന ഒരു ഏരിയ നമ്മൾ ആ സമയത്ത് ഏതാണോ നമുക്ക് ആ സമയത്ത് ഏറ്റവും ആപ്റ്റ് ചെയ്ത് തോന്നുന്നത് ആ ഒരു ഫീൽഡിൽ ഏറ്റവും ടോപ്പിൽ വരാൻ നോക്കുക. അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഓൾറെഡി താല്പര്യമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ആ ടോപ്പ് സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് വാങ്ങാൻ നോക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എൻട്രൻസിന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ എൻട്രൻസിന് ഏറ്റവും ടോപ്പിൽ എത്താൻ നോക്കുക. കോളേജിൽ പോകുമ്പോഴും കോളേജിലെ സബ്ജക്ട് ഏറ്റവും ടോപ്പിൽ എത്താൻ നോക്കുക. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ആ ഒരു സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് എന്താണോ ആ ഇൻട്രസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ നോക്കുക. അല്ലാതെ ഫ്യൂച്ചർ നോക്കിയിട്ട് നമുക്ക് വളരെയധികം ഇന്ന് 5 വർഷം കഴിഞ്ഞ് എന്താന്നുള്ള നമുക്ക് ഇന്ന് അറിയില്ലല്ലോ. നമ്മള് അതെ. സർ പറഞ്ഞു IIT-യിൽ നിന്നാണ് പ്ലേസ്മെന്റ് ഇന്റേൺഷിപ്പ് ത്രൂ ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, എല്ലാ IIT-നും ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുമോ എന്നുള്ളതാണ്. സാറിന്റെ ഒരു പ്ലേസ്മെന്റ് സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഇരുന്നിട്ടില്ല, ക്യാമ്പസ് പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്റെ ബാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 95% ആൾക്കാരും ക്യാമ്പസിൽ പ്ലേസ്ഡ് ആണ്.
വളരെ കുറച്ച് പേർക്ക് എന്തെങ്കിലും കിട്ടാത്തേ ഉള്ളൂ. അതുപോലെ പ്ലേസ്മെന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് അതൊരു വളരെ സ്ട്രെസ്ഫുൾ പരിപാടിയാണ്. പക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റീസും ഉള്ള കാര്യമാണ് കേട്ടോ. അതായത് IITസിലൊക്കെ പ്ലേസ്മെന്റ്സിന് വരുന്ന കമ്പനി എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഫസ്റ്റ് ഡേ വരുന്ന കമ്പനീസ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, അതുപോലെ വേറെ ടെക്നോളജി കമ്പനീസ്, ഓരോ ഫീൽഡിലും ഇപ്പൊ കോർ ടെക്നോളജി കമ്പനീസ്, ഞാനിപ്പോ ഒന്ന് രണ്ട് പേരെടുത്തത് സോഫ്റ്റ്വെയർ ടെക്നോളജിയിലുള്ള കമ്പനീസ് ആണ്. കോർ ടെക്നോളജി ഫീൽഡിലുള്ള കമ്പനീസ് വരും. അപ്പൊ അവരൊക്കെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ടെസ്റ്റ് ഒക്കെ നടത്തി നല്ല ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പ്ലേസ്ഡ് ആവും. അതുപോലെ ബാക്കിയുള്ള ഫസ്റ്റ് വീക്കിലൊക്കെ നല്ല നല്ല സാലറിയുള്ള നല്ല ആൾക്കാരാണ്, നല്ല കമ്പനീസ് ആണ് വരിക. പിന്നെ ഇഷ്ടംപോലെ കമ്പനീസ് വേറെ ഉണ്ട്. അത് ജസ്റ്റ് പേരധികം കേട്ടില്ലാത്ത കമ്പനി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ കമ്പനിയൊക്കെ പ്ലേസ്മെന്റിന് പോകുമ്പോൾ വി ആർ എ സ്മോൾ കമ്പനി, നമ്മൾ അധികം ആൾക്കാരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. സോ വിൽ ബി വെരി, എന്താ പറയുക, ആൾക്കാർക്ക് താല്പര്യം കാണിക്കുന്നത് കുറവായിരിക്കും. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് താല്പര്യമുള്ള ഏരിയയിലുള്ള വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളിലുള്ള കമ്പനീസ് വരുന്നുണ്ടോ, അവര് അതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഒരു ചില കമ്പനീസ് ഒക്കെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ IITs മാത്രമായിരിക്കും. അല്ലാതെ IIT അങ്ങനത്തെ ആ കമ്പനീസിലൊക്കെ കയറി പെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിളൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ IITs മേ ബി സം NITs മാത്രമേ ഉള്ളൂ. അല്ലാതെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ റൗട്ടിൽ പോകണം. അപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ കൂടും, അങ്ങനെ കയറി പറ്റുന്നൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് എപ്പോഴും നമുക്കൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് കൊണ്ടുവരിക. അപ്പൊ ഏറ്റവും നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഉള്ള കോളേജിൽ പോയാൽ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ദാറ്റ്സ് നോട്ട് ദി ഓൺലി തിങ്. നമ്മൾ ഒരു IIT അങ്ങനെയുള്ള ഒരു വെരി വെൽ നോൺ അല്ലെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള കണക്ഷൻസ്, നെറ്റ്വർക്ക്, അവിടെ നിന്നുള്ള വേറെയുള്ള പരിചയപ്പെടുന്ന ആൾക്കാർ, അതുവഴി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തുറന്നു വരും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ എന്റെ ഇന്റേൺഷിപ്പ് അങ്ങനെ വന്ന കാര്യമാണ്. അതുപോലെ എന്റെ പല ഫ്രണ്ട്സിനും ഇപ്പൊ നമ്മളിനി വേറൊരു ജോബ് നോക്കുമ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവരെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ആ ഒരു നെറ്റ്വർക്ക് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലേസ്മെന്റ് വിൽ ഓപ്പൺ എ ലോട്ട് ഓഫ് ഡോർസ് ഫോർ അസ്. അതുപോലെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് കണക്ഷൻസ്, ദാറ്റ് വിൽ ഓൾസോ ഓപ്പൺ എ ലോട്ട് ഓഫ് ഡോർസ് ഫോർ അസ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത്, പിന്നെ ഇപ്പൊ നമ്മൾ 8ലും 9ലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഏത് ഫീൽഡിൽ പോകണം എന്നുള്ള അറിയാന്നുള്ളത് അല്ലെ. അതായത് 9ാം ക്ലാസ് ഇപ്പോ 8ലും 9ലൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുക, അതിനു വേണ്ടി എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് താല്പര്യം. പക്ഷെ ഞാൻ പോയ പ്രോഗ്രാം വളരെ ഡിഫറെന്റ് ആണ്, എഞ്ചിനീയറിംഗ് ഡിസൈൻ ആണ്. അപ്പോ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഒരു എന്ത് ജോലി എന്നുള്ളത് ചിന്തിക്കാതെ നമ്മൾ ജസ്റ്റ് നമുക്കൊരു താല്പര്യമുള്ള ഏരിയാസ് ഉണ്ടാവും. അത് പല രീതിയിലും നമുക്ക് തന്നെ അറിയാൻ പറ്റും, എനിക്ക് ഇതാണ് താല്പര്യം. അത് ജോലി എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് വേറെ ഉണ്ട്. പക്ഷെ താല്പര്യമുള്ള ആ താല്പര്യമുള്ള ഏരിയയിൽ ബി വെരി ഗുഡ് അറ്റ് ഇറ്റ്. എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അതിൽ നല്ലവണ്ണം പെർഫോം ചെയ്യാൻ നോക്കുക. അതിപ്പോ നിങ്ങൾ എന്ത് പഠിക്കുന്നതായാലും, ബിടെക് ആണെങ്കിലും MBBS ആണെങ്കിലും, അത് CA ആണെങ്കിലും, പിന്നെ ഇനി BA കോഴ്സുകളാണെങ്കിലും BSc കോഴ്സുകളാണെങ്കിലും, അതിൽ ഏറ്റവും ഫസ്റ്റ് ആവാൻ നോക്കുക. അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിട്ട് വരും. അതിന് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനോട് സംസാരിക്കാം, കരിയർ ഗൈഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഒരു പാത്ത് നമുക്ക് താനെ ഓപ്പൺ ആയി വരും. ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അതുപോലെ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മളുടെ വേറെ
മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലിയിലായാലും നമ്മുടെ ബാക്കിയുള്ള ഒരു നെറ്റ്വർക്ക് വഴിയായാലും മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക, അവരുടെ അഡ്വൈസ് എടുക്കുക, എന്നിട്ട് നമ്മൾ വി മേക്ക് എ ചോയ്സ് ഫോർ അവർ സെൽസ്. യെസ് സർ, ഒരു ചോദ്യം കുറെ നേരമായിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്. സാറിന്റെ സാൻ ഫ്രാൻസിസ്കോയുടെ ലൈഫ് എങ്ങനെയുണ്ട്, US-ലെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത്. 2 വർഷമായി ഇവിടേക്ക് മൂവ് ചെയ്തിട്ട് വളരെ നമ്മള് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സിറ്റിയാണ്. നമ്മള് നാട്ടിലിരുന്ന് നമ്മള് കാണുന്ന പല കാര്യങ്ങളും, ഇപ്പൊ നമ്മള് ഫോണാണെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, ആപ്പിൾ, ഗൂഗിൾ. പിന്നെ നമ്മള് നാട്ടിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അതിന്റെ ആക്ച്വൽ സ്ഥലം എന്ന് പറയുന്നത് അവിടെ. ഇപ്പൊ ഞാൻ ഒരു ഫസ്റ്റ് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഒരു ഫസ്റ്റ് വീക്കില് ജസ്റ്റ് സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ഓഫീസാണ്. അതുപോലെ തൊട്ടപ്പുറത്ത് വേറെ പല കമ്പനികൾ, ഊബറിന്റെ ഓഫീസ് ഉണ്ട്, സ്ലാക്ക് എന്നുള്ള കമ്പനി ഉണ്ട്. ഈ കമ്പനീസിന്റെ എല്ലാം ഓഫീസ് ഉള്ള ഒരു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഓഫീസ് ഉള്ള ഒരു സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. അപ്പൊ നമ്മളെ ഫോണിലും ന്യൂസിലും വാർത്തയിലും അങ്ങനെ കാര്യമൊക്കെ കണ്ട് കേട്ട കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. പിന്നെ എന്താ, നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഉള്ള സ്ഥലമാണ്. അതൊരു എയർ ക്വാളിറ്റിന്റെ കാര്യമായാലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായാലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ, അഗ്രികൾച്ചറൽ ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളായാലും അതിലൊക്കെ ഒരു ക്വാളിറ്റി നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ US എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു രാജ്യമാണ്. നമ്മൾ ഇന്ത്യ പോലെ തന്നെ വലിയ രാജ്യമാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്, ഇഷ്ടംപോലെ ജിയോഗ്രഫീസ് ഉണ്ട്. ഇവിടുന്ന് ഒരു എസ്പെഷ്യലി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംവാട്ട് കേരളം പോലെയാണ് ഈ ഒരു ഏരിയ. കാലിഫോർണിയ എന്ന് പറഞ്ഞാല് കേരളം പോലെയെന്ന് പറയാം. അതായത് എല്ലാ ജിയോഗ്രഫിയും ഉണ്ട്, ലാർജ് കോസ്റ്റ് ലൈൻ, അതുപോലെ മലനിരകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്താൽ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ബീച്ച് കാണാൻ പറ്റും. അതുപോലെ തിരിച്ചങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് 2 മണിക്കൂർ ട്രാവൽ ചെയ്താല് സ്നോ ഒക്കെ ഉള്ള മൗണ്ടൻസ്, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഏരിയയാണ് സാൻ ഫ്രാൻസിസ്കോ. ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് വി ക്യാൻ സീ ഇതെല്ലാം വൈ ഈസ് ദിസ് ദ സെന്റർ ഓഫ് ഇന്നോവേഷൻ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെയുള്ള ഒരു കൾച്ചറും ഇവിടെയുള്ള ഒരു ഫെസിലിറ്റീസ് ഒക്കെ കാണുമ്പോൾ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചാറ്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്. അതില് റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് പിക്ക് ചെയ്തിട്ട് ചോദിക്കുകയാണ്. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് പഠിക്കാൻ IIT-യിൽ പോവാണോ ബെറ്റർ അതോ അബ്രോഡ് പോവാണോ എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, MIT-യിൽ അഡ്മിഷൻ എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും ബെറ്റർ IIT തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും ബെറ്റർ IIT തന്നെയാണ്. IIT-യിൽ പല ആളുകളും ഇപ്പൊ എന്റെ ബാച്ചിൽ തന്നെ പല ക്ലാസ്മേറ്റ്സും IIT-ന്ന് ബിടെക് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് പുറത്ത് പോയിട്ടുണ്ട്. MIT ആയാലും കാൽടെക് ആയാലും UC ബെർക്ക്ലി, ഹാർവേർഡ്, ഇങ്ങനെ സ്റ്റാൻഫോർഡ്, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം മാസ്റ്റേഴ്സിന് പോയിട്ടുണ്ട്. പുറത്ത് പോയി എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ സെയിം സിറ്റുവേഷൻ. ഇപ്പൊ നാട്ടിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ധാരാളം ഉണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, പിന്നെ NITs ഉണ്ട്, IITs ഉണ്ട്, IIIT, പിന്നെ അതുപോലെ ധാരാളം പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. പുറത്ത് പോയി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിപ്പോ വേറൊരു കമന്റിൽ വന്ന പോലെ MIT അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ്, ഹാർവേർഡ്, UC ബെർക്ക്ലി അങ്ങനെയുള്ള പേരുകേട്ട ധാരാളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ്.
അങ്ങനെ പേരുകേട്ട യൂണിവേഴ്സിറ്റീസിൽ പോയി എഞ്ചിനീയറിംഗ് പുറത്ത് പഠിക്കുകയാണെങ്കിലും ഇറ്റ്സ് ഗുഡ്. അതായത് IIT റാങ്കിങ്ങിൽ IIT അതേ സെയിം റാങ്കിങ്ങിലൊക്കെ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഗുഡ്. പുറത്ത് പോയി ഇന്ത്യന്റെ പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കാര്യമില്ല. അത് ഇറ്റ് വിൽ ബി ദ സെയിം ആസ് ഡൂയിങ് എഞ്ചിനീയറിംഗ് ഫ്രം എ പ്രൈവറ്റ് കോളേജ് ഇൻ ഇന്ത്യ. അപ്പൊ ഏറ്റവും റാങ്കിങ് എല്ലാം നോക്കിയിട്ട് ഇഫ് ഇറ്റ്സ് എ വെരി ഗുഡ് യൂണിവേഴ്സിറ്റി then it will be great. MIT അതുപോലെ ഇറ്റ്സ് എ വെരി ഗുഡ് യൂണിവേഴ്സിറ്റി. MIT-ലേക്കൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് അഡ്മിഷൻസ് വേണമെങ്കിൽ SAT എന്ന് പറഞ്ഞ എക്സാം എഴുതണം. എന്നിട്ട് യു ഹാവ് ടു സബ്മിറ്റ് എൻ ആപ്ലിക്കേഷൻ. അതിന്റെ കൂടെ ആപ്ലിക്കേഷന്റെ കൂടെ essay, ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ഓഫ് അവർ കുറച്ചൊക്കെ ഒരു ഹോളിസ്റ്റിക് ആപ്ലിക്കേഷൻ ആണ് നോക്കുക. അതായത് നമ്മൾ അക്കാഡമിക്സ് മാത്രമല്ല അത് നോക്കൂ, അതിന്റെ കൂടെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർ യു ഡൂയിങ് സംതിങ് ഇൻ ദ ഏരിയ ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. അത് essay എഴുതിയിട്ട് നമ്മൾ എന്തിനാണ് നമുക്ക് വൈ ഡു വി ലൈക്ക് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി essay ഒക്കെ എഴുതിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമുക്ക് ഏറ്റവും നമുക്ക് ഫീൽഡിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ MIT പോലുള്ള സ്ഥലങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്കണോമിക്കലി അത്ര ഒരു ഹെവി ആയിട്ട് വരില്ല. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും നല്ലത് IIT ആണ്. പുറത്താണെങ്കിൽ വേറെ ഗുഡ് യൂണിവേഴ്സിറ്റീസ്, ആ യൂണിവേഴ്സിറ്റീസ് ടാർഗറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റിക്ക് വിത്ത് IITs in India. ഓക്കെ, അപ്പൊ നമ്മളെ സമയം ആൾമോസ്റ്റ് 1 hour ആവാനായിട്ടുണ്ട്. അവസാനം ഒരു ചോദ്യം കൂടി നമുക്ക് എടുക്കാൻ തോന്നുന്നു. ഒരു കുട്ടി കുറെ നേരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആളുടെ ഒരു കൺഫ്യൂഷൻ ഇതാണ്, IPS ആവണോ അതോ ഡോക്ടർ ആവണോ എന്നുള്ളതാണ്. എന്താണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ? ഇയാള് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറയൂ. യെസ്, ഹുദ അവൈലബിൾ ആണോ? ഹുദ പർവീൻ, ഞാന് ഹുദാ മൈക്ക് പർവീന് ചെയ്തിട്ട്. അതെ, അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹുദാ പർവീനോട് ചോദിക്കാനുള്ളത്, ഹുദാ പർവീന് പിന്നെ രാവിലെ എണീറ്റ് യൂണിഫോം ഒക്കെ ഇട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു IPS ഓഫീസറായി ഇങ്ങനെ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു 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 ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതും, രാവിലെ എണീറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കോട്ടൊക്കെ ഇട്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ തൂക്കി ഹോസ്പിറ്റലിൽ പോയി ആൾക്കാരെ പരിശോധിക്കുന്നതും, ഈ രണ്ട് കാര്യങ്ങളും ഹുദാ പർവീനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാല് ഹുദാ പർവീന്റെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഇത് രണ്ടും നോക്കുമ്പോൾ IPS ആവണം തോന്നാൻ എന്താ കാരണം? ബേസിക്കലി യെസ്, ഹുദ unmute ചെയ്തിട്ട് പറയോ. IPS ഓഫീസറായിട്ട് ഓഫീസിലെ ചെയറിൽ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ഹുദ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, വാട്ട് യു ലൈക്ക് അബൌട്ട് ഇറ്റ്? ഇതൊരു IPS ആയി ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് കൊള്ളാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് ഹുദക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്? കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു ഡോക്ടറായിട്ട് പേഷ്യൻസിനെ നോക്കുകയാണ്. ഇപ്പൊ ഞാൻ ഏത് ഫീൽഡിലെ ഡോക്ടർ ആയാലും ഡോക്ടർ ചെയറിൽ എങ്ങനെ ഇരിക്കുമ്പോഴേ ഹുദക്ക് എന്താ തോന്നുന്നത്? കേൾക്കുന്നില്ല, എന്താ അറിയില്ല. എന്തായാലും ഞാൻ ചോദിക്കുന്നതിന് കാരണം എന്താ വെച്ചാല് നമ്മൾ എപ്പോഴും ഒന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് പോയിട്ട് നമ്മൾ സംസാരിക്കുക. അങ്ങനെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് സംസാരിക്കുക. എന്നൊക്കെ സോഷ്യൽ മീഡിയ ആയാലും പല കാര്യങ്ങളായാലും നമ്മളെ കണക്ഷൻസ് ആയാലും വലിയൊരു എഫേർട്ട് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഹൗ ഡു വി ഫീൽ, നമുക്ക് എന്താണ്, വാട്ട് മേക്സ് എസ് ഹാപ്പി, അതും കൂടി ആലോചിക്കുക. അപ്പൊ ഒരു ഡോക്ടറായിട്ട് ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരുടെ അസുഖം ചികിത്സിക്കുന്നതും അവർക്ക് ഒരു സമാധാനം കൊടുക്കുന്നതും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതെന്നും, ഇഫ് യു ഫീൽ ലൈക്ക് വി ആർ ഗോയിങ് ടു ബി ഹാപ്പി, ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആൻഡ് വി ആർ ഓൾസോ, നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് മെഡിസിൻ എന്നുള്ളത് പഠിക്കുക എന്നുള്ള കാര്യം
നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്, റൈറ്റ്? എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് ഒരു ഡോക്ടർ ആവുന്നത്. പക്ഷെ എനിക്ക് എന്നെപ്പറ്റി നല്ലോണം അറിയാം, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിനു വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. അത് പക്ഷെ കഴിയുന്നവരുണ്ട്. എന്റെ സിസ്റ്റർ ഡോക്ടറാണ്, അവർക്ക് താല്പര്യമുള്ള കാര്യമാണ്, അവർക്ക് അതിനു വേണ്ടി പഠിക്കാൻ പറ്റി. അപ്പോ പക്ഷെ അവർക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു താല്പര്യമില്ല. അതായത് എന്റെ കമ്പ്യൂട്ടറിലെ കാര്യമായാലും എഞ്ചിനീയറിംഗ് കാര്യങ്ങളായാലും അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ആൾക്കാർ പേഷ്യൻസിനെ സമാധാനപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര താല്പര്യം. അതുപോലെ അതിനുവേണ്ടി പഠിക്കാനുള്ള കഴിവുണ്ട്. അപ്പോ ആ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഹൗ ഡു വി ഫീൽ അബൌട്ട് ഇറ്റ്, അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള നമുക്കുള്ള ഇൻട്രസ്റ്റ് വേണം, അതിനുള്ള കഴിവും വേണം, സ്കില്ലും വേണം. ഇത് രണ്ടും നമ്മൾ ആലോചിക്കുക. എന്നിട്ട് ഗോ ടോക്ക് ടു ദോസ് പീപ്പിൾ. ഡോക്ടേഴ്സിനോട് പോയി സംസാരിക്കുക, അതുപോലെ IPS ആയിട്ടുള്ള ആൾക്കാരോട് പോയി സംസാരിക്കുക, ആൻഡ് ദെൻ മേക്ക് യുവർ ഡിസിഷൻ. യെസ്. അപ്പൊ എനിവേ നമ്മള് മെയ് 3 നമുക്ക് ഒരു ഡോക്ടർ വരുന്നുണ്ട് നമ്മുടെ സക്സസ് സ്റ്റോറീസ് ടോക്കില്, ഡോക്ടർ അബ്ദുൽ സലാം. അപ്പൊ സാറിന്റെ ടോക്കില് ഇതൊക്കെ നേരിട്ട് തന്നെ സാറിനോട് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും കേട്ടോ. ആൻഡ് ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ചോദ്യം എടുക്കാം. ഏറ്റവും ബെസ്റ്റ് കോഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തോടുകൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ റാപ്പപ്പ് ചെയ്യാം. കോഡിംഗ് ഇഷ്ടപ്പെടുന്ന കുറെ പേര് നമ്മുടെ സെഷനിൽ ഉണ്ടെന്ന് തോന്നുന്നു. കോഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ജസ്റ്റ് പഠിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രാക്ടീസ് ചെയ്യാനും ആയിരിക്കും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പഠിക്കാനൊക്കെ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത് കോഡ് അക്കാഡമി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ കോഴ്സസ് എല്ലാം വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അതുപോലെ കോംപ്രിഹെൻസീവ് ആണ്. അതുപോലെ യുഡാസിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പ്ലാറ്റ്ഫോമിലുള്ള കോഴ്സസ്. ഇനി ഡീപ്പായിട്ട് കോഡിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ കമ്പ്യൂട്ടർ സയൻസ് ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. അത് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഡേറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ലത് അതാണ്, ഡീപ്പായിട്ട് പഠിക്കാൻ. അതെല്ലാം ജസ്റ്റ് സൂപ്പർ ഡീപ്പായിട്ട് പോകണം തന്നെയാണ് ഞാൻ എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കോഡ് അക്കാഡമി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് CS 101 എന്നുള്ള പ്രോഗ്രാം ഉണ്ട്, അത് ചെയ്യണം. ഇനി കോഡിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ, നമുക്കൊരു പസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ലത് ഓൺലൈൻ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ഹാക്കർ റാങ്ക്, അതുപോലെ ഹാക്കർ അല്ലെങ്കിൽ പിന്നെ SPOJ സ്പോച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. കോഡ് ഷെഫ് ആണ് വേറൊരു ഓപ്ഷൻ. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പോയിട്ട് അതിൽ പ്രോഗ്രാമിംഗ് പസിൽസ് ഉണ്ടാവും. അത് സോൾവ് ചെയ്താൽ, അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് സോൾവ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഫൺ. അതുപോലെ കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ കോഡിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മൾ എക്സാം ലേണിംഗ് ഈ ഒരു വെക്കേഷൻ സമയത്ത് ഒരു കോഡിംഗ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആവുകയാണെങ്കിൽ, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 5 ദിവസത്തെ ഒരു ഷോർട്ട് പ്രോഗ്രാം ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള സ്ക്രാച്ച് ലാംഗ്വേജിൽ ഉള്ള ഒരു പ്രോഗ്രാമിംഗ് കോഴ്സ് ആണ്. റസീം അഹമ്മദ് ആണ് നമ്മുടെ കോഴ്സ് ലീഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൾമോസ്റ്റ് നമ്മളെ ബാച്ച് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പൊ നേരത്തെ കുറെ കുട്ടികൾ പറഞ്ഞിരുന്നു എന്താണ് നിങ്ങളുടെ ഒരു ഡ്രീം എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഏത് കരിയറിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സാം ലേണിംഗിന്റെ ഒരു മെയിൻ കോഴ്സ് എന്നുള്ളത് തന്നെ, ഒരു പ്രോഗ്രാം എന്നുള്ളത് തന്നെ JEE നീറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ്. ഇപ്പൊ ഷാഹിദ് സാറൊക്കെ പറഞ്ഞു JEE എഴുതിയിട്ടാണ് IIT-യിൽ അഡ്മിഷൻ കിട്ടിയതെന്ന് പറഞ്ഞു. കുറെ നീറ്റ് ആസ്പിറൻസ് ഇവിടെ ഉണ്ട്. ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. ഇനി എന്താണ് ആവുക എന്നുള്ളത് ഇതുവരെ തീരുമാനമാവാത്ത കുറെ പേരുണ്ട്. ഇപ്പൊ സയൻസ് ഫീൽഡിൽ, STEM ഫീൽഡിൽ, ടെക്നോളജി, മാത്സ്, സയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിനാണ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നത്. അപ്പൊ അതില് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി പാനലാണ് ഉള്ളത്. IITians ആണ്, IITians, NITians ആൻഡ് ഡോക്ടേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ
ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് ആണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളത് ഓൺലൈൻ ലേണിംഗ് ആണ് കംപ്ലീറ്റ്ലി. റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മെന്റർഷിപ്പും എക്സാം ഡിസ്കഷൻസും റിവിഷൻ ലൈവുകളും ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും ഒക്കെ ആയിട്ട് വളരെ വണ്ടർഫുൾ ലേണിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2-3 വർഷത്തോളം നമ്മുടെ റിസർച്ചേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് സയന്റിസ്റ്റും IITians-ഉം NITians-ഉം ഡോക്ടേഴ്സും ഒക്കെ കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ ലേണിംഗ് പാത്വേ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്തേ ഉള്ളൂ. നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ആൾറെഡി ക്ലാസ്സുകളൊക്കെ റണ്ണിങ് ആണ്. കുറെ പേര് ഏകദേശം 1500 സ്റ്റുഡൻസ് ആൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാക്കൽറ്റി ടീം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എത്തും. അപ്പൊ എനിവേ മെന്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങളെ കെയർ ചെയ്യാൻ മെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അക്കാഡമിക് സ്ട്രക്ചറും ഒരു ഫ്രീ ബേസിക് മാത്ത് കോഴ്സ് ഒക്കെ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ട്. ഇതിന്റെ ഫീസ് കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. പാരന്റ്സ് ആണ് ഈ ഒരു സെഷൻ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാം. കുറെ അധികം റിസൾട്ടുകൾ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ഫീൽഡിലും മാത്സ് ഫീൽഡിലും ഒക്കെ ഉള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ്. NTSE എന്ന് പറയുന്ന നാഷണൽ ലെവലിൽ 2000 സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്ന PhD വരെ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു എക്സാം ഉണ്ട്. അതിൽ 2020 ഇപ്പോൾ കറന്റ് എക്സാം ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പേര് നമ്മുടെ എക്സാം വൈ സ്റ്റുഡൻസ് ആയിരുന്നു. മാത്രമല്ല ഒളിമ്പിയാഡ് എക്സാമുകളിൽ യൂണിഫൈഡ് ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പിയാഡിലൊക്കെ കഴിഞ്ഞ മാസം വന്ന റിസൾട്ടിൽ 3 പേര് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ കുറെ അധികം കോമ്പറ്റീറ്റീവ് എക്സാമിൽ നമ്മുടെ കുട്ടികൾ ടോപ്പേഴ്സ് ആണ്. കഴിഞ്ഞ 2 വർഷം കണക്ക് 6 കുട്ടികൾ ISROയിലേക്ക് യുവിക എന്ന് പറഞ്ഞ ക്യാമ്പിലേക്ക് സെലക്ട് ആയി. ഈ വർഷം കഴിഞ്ഞ മാസം വന്നിട്ടുള്ള IISc എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ നമ്പർ 1 സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IISc കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്യാമ്പിലേക്ക് 4 പേര്, 2 പേരും 2 ബോയ്സും 2 ഗേൾസും സെലക്ട് ആയിട്ടുണ്ട്. അങ്ങനെ കുറെ അധികം റിസൾട്ടുകൾ നമുക്ക് കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ ഏകദേശം 2000+ സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഒരു കോഴ്സ് ഫീ എന്നുള്ളത്. 6th-നും 7th-നും 8th-നും 9th-നും 10th-നും ഒക്കെ ഉള്ള കോഴ്സ് ഫീ ആണ് കാണുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കുറെ കുട്ടികൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ സെഷനിൽ ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാം ബൈ ലേണിംഗ് കോഴ്സിനെ കുറിച്ച് അറിയാത്തവർക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവര് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും ഈ സെഷനിൽ ജോയിൻ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഒരു വണ്ടർഫുൾ താങ്ക്സ്. എസ്പെഷ്യലി ഷാഹിദ് സാറിന്. അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂർ സമയം നമ്മൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്തു. വളരെ നൈസ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. സാറിനെ പോലെയുള്ള ഒരു ഫാക്കൽറ്റിയെ നമുക്ക് കിട്ടി എന്നുള്ളത്, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള ഒരു അതിഥി നമുക്ക് വന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അറ്റ് ലാസ്റ്റ് വേർഡ് സാറിന് എന്തെങ്കിലും നമ്മുടെ കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹൈസ്കൂൾ ലെവലിൽ, സ്കൂൾ ലെവലിൽ അവരെന്താണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് വെക്കേഷൻ ആണ്, വെറുതെ ഒരു പണിയില്ലാതെ ഗെയിമും കളിച്ചിരിക്കാവും. അപ്പൊ ഈ ഒരു സമയമൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതോടെ ഒന്ന് പറഞ്ഞു വാങ്ങി. ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയില് ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരു യൂട്യൂബ് കോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് എന്തെങ്കിലും ചെയ്യുക. അതുപോലെ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അതിപ്പോ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മാക്സിമം നമ്മള് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് അതിൽ ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു ട്രൈ ടു ബി നമ്പർ 1 ഇൻ വാട്ട് എവർ യു ഡു ആൻഡ് always be learning. ഓക്കെ, താങ്ക് യു സർ. ഇപ്പൊ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും, സ്റ്റുഡൻസിനും പാരന്റ്സിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. ഓക്കെ, വി ആർ വൈൻഡിങ് അപ്പ്. ഇതുപോലെയുള്ള സെഷൻസ് ഇനിയും ഉണ്ടാവും. നെക്സ്റ്റ് മന്തിൽ 3 ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫാക്കൽറ്റീസ് നിങ്ങളെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യും. നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഓൾ.